നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രം ഒരുങ്ങുമ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന് പകരമുള്ള പള്ളിയുടെ പണി എന്തായി എന്നാണ്. രാമക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമങ്ങൾ പള്ളി പണിയെക്കുറിച്ചുള്ള വാർത്തകൾ തമസ്കരിക്കുകയാണെന്നും ചില ഇസ്ലാമിക ഗ്രൂപ്പുകൾ ആരോപിക്കുന്നുണ്ട്. പക്ഷേ അയോധ്യയിലെ മോസ്കിന്റെ പണിയും ഉടനെ ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിന്റെ സ്ഥലമെടുപ്പും ഡിസൈനും എല്ലാം പൂർത്തിയായി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം ആരംഭിക്കും. രാമക്ഷേത്രം പോലെ തന്നെ വലിയ രീതിയിലാണ് അയോധ്യയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ള രോണായി ഗ്രാമത്തിൽ പള്ളിയും ഒരുങ്ങുന്നത്. താജ്മഹലിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് പള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് BJP നേതാവും മസ്ജിദ് വികസന സമിതി ചെയർമാനുമായ ഹാജി അർഫാത്ത് ഷെയ്ഖ് പറയുന്നത്. പള്ളിക്കൊപ്പം ക്യാൻസർ ആശുപത്രിയും ചരിത്ര മ്യൂസിയവും അടങ്ങുന്ന വിശാല സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് മാസങ്ങൾക്കുള്ളിൽ തുടക്കമാകും. ഇതോടെ അയോധ്യ ജില്ലയിൽ തന്നെയുള്ള ദാനിപുരയിലെ രോണായി ഗ്രാമവും വിശ്വാസവും ചരിത്രവും സൗഹൃദവും വിളംബരം ചെയ്യുന്ന അടയാളമായി മാറും. രാമക്ഷേത്രത്തിലേക്ക് എന്ന പോലെ നിരവധി ടൂറിസ്റ്റുകളും വിശ്വാസികളും ഇങ്ങോട്ട് വരുമെന്ന് കരുതുന്നുണ്ട്. ദവയുടെയും ദുവയുടെയും അഥവാ മരുന്നിന്റെയും പ്രാർത്ഥനയുടെയും കേന്ദ്രമായിട്ടാണ് ഈ പള്ളി പ്രവർത്തിക്കേണ്ടത് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രി ഉയരുന്നത്. സമുച്ചയത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചണിൽ തുടക്കത്തിൽ പ്രതിദിനം 2000 പേർക്ക് സൗജന്യ ഭക്ഷണം നൽകാനാണ് ആലോചന. ആശുപത്രി പൂർണ്ണ സജ്ജമായി കഴിഞ്ഞാൽ പ്രതിദിനം 5000 പേർക്ക് ഭക്ഷണം നൽകാനാകും. നമസ്കാരത്തിന് വേണ്ടി മാത്രമുള്ള സ്ഥലമായിരിക്കില്ല അത്. 500 കിടക്കകളുള്ള ക്യാൻസർ ആശുപത്രിയും പള്ളിയിൽ നിർമ്മിക്കുന്നുണ്ട്. യുപിയിൽ നിന്ന് ഇനി ആർക്കും അർബുദ ചികിത്സയ്ക്കായി മുംബൈയിലേക്ക് പോകേണ്ടി വരില്ല. ഇതും കൂടാതെ മെഡിക്കൽ കോളേജും ദന്ത മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടാകും. എല്ലാ സമുച്ചയങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ആദ്യത്തെ പള്ളിയാണിത്. ഒരേ സമയം 5000 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്നും മസ്ജിദ് വികസന സമിതി ചെയർമാനായ ഹാജി അർഫാത്ത് ഷെയ്ഖ് പറയുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അയോധ്യ ജില്ലാ ഭരണകൂടം അനുവദിച്ച 5 ഏക്കർ ഭൂമിയും നിർമ്മാണ സമിതി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന 6 ഏക്കർ ഭൂമിയും ചേർന്ന പ്രദേശത്ത് മുഹമ്മദ് ബിൻ അബ്ദുള്ള മോസ്കും വിശാലമായ ക്യാൻസർ ആശുപത്രിയും ചരിത്ര മ്യൂസിയവും കമ്മ്യൂണിറ്റി കിച്ചണും 2024 പകുതിയോടെ നിർമ്മാണം ആരംഭിക്കും. മതമൈത്രിയുടെ സന്ദേശമായി ഉയരാനൊരുങ്ങുന്ന ചരിത്ര മ്യൂസിയത്തിൽ 1857 സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് പ്രമേയം. 1857 ബ്രിട്ടീഷുകാർക്കെതിരെ ലക്നൗ മുതൽ അയോധ്യ വരെയുള്ള പ്രദേശങ്ങളിലെ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി പോരാടിയതിന്റെ ചരിത്ര മുഹൂർത്തങ്ങളായിരിക്കും മ്യൂസിയത്തിൽ അണിനിരക്കുകയെന്ന് ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ സെക്രട്ടറി അദർ ഹുസൈൻ പറയുന്നു. നിർമ്മാണം പൂർത്തിയായാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായി ഇത് മാറുമെന്നാണ് BJP നേതാവും മസ്ജിദ് വികസന സമിതി ചെയർമാനുമായ ഹാജി അർഫാത്ത് ഷെയ്ഖ് പറയുന്നത്. ഈ പള്ളി താജ്മഹലിനേക്കാൾ മികച്ചതായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്ന ഖ്യാതിയും ഇവിടെയായിരിക്കും. ഈ മസ്ജിദിന് 21 അടി ഉയരവും 36 അടി വീതിയുമുള്ള കാവ്യ നിറമുള്ള ഖുർആൻ സ്ഥാപിക്കും. മസ്ജിദിൽ ആദ്യ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് മക്ക ഹറം പള്ളിയിലെ ഇമാം അബ്ദുൾ റഹ്മാൻ അൽ സുദൈസ് ആയിരിക്കുമെന്നും ഹാജി അർഫാത്ത് ഷെയ്ഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷനാണ് പള്ളി സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഫൗണ്ടേഷന്റെ കീഴിൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള പള്ളിയും സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നതിന് നിർമ്മാണ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. 11 അംഗ ട്രസ്റ്റാണ് പ്രവർത്തനങ്ങളുടെ പ്രതിദിന നടത്തിപ്പ് ഏകോപിപ്പിക്കുന്നത്. 2020 ജില്ലാ ഭരണകൂടം ഭൂമി അനുവദിച്ചത്. ജനുവരിയിൽ ചേർന്ന ട്രസ്റ്റ് യോഗത്തിൽ വെച്ച് നിർമ്മാണ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുമെന്ന് അത്തർ ഹസൻ പറഞ്ഞു. സമുച്ചയത്തിന്റെ പുതിയ ഡിസൈനും നിശ്ചയിക്കും. ലക്നൗ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഫർ ഫറൂഖിയാണ് ട്രസ്റ്റിന്റെ തലവൻ. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹാജി അറാഫത്ത് ഖാനാണ് നിർമ്മാണ സമിതിയുടെ ചെയർമാൻ. 2019 നവംബർ 9 ബാബരി മസ്ജിദ് നിന്നയിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ക്ഷേത്രം നിർമ്മിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം രാം ജന്മഭൂമി ന്യാസിന് നൽകിയ കോടതി പകരം പള്ളി നിർമ്മിക്കാൻ സുന്നി വഖഫ് ബോർഡിന് 5 ഏക്കർ സ്ഥലം അനുവദിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അയോധ്യയിലെ ധനിപൂർ ഗ്രാമത്തിൽ 5 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ പള്ളിക്കായി അനുവദിക്കുകയായിരുന്നു.